ഹലോ എവരി വൺ. ഇന്ന് ഇൻട്രൂഡേഴ്സ് ആൻഡ് ടൈപ്സ് ഓഫ് ഇൻട്രൂഡേഴ്സ് നോക്കാം. ഇൻട്രൂഡേഴ്സ് എന്ന് പറഞ്ഞാൽ അൺഓതറൈസ്ഡ് പേഴ്സൺ ഓർ എൻറ്റിറ്റീനെ ആണ് ഇൻട്രൂഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കിലേക്കോ ആക്സസ് ഗെയിൻ ചെയ്തിട്ട് ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുക. ലൈക്ക് സ്റ്റീലിംഗ് ഡേറ്റ, നോർമൽ ഓപ്പറേഷൻസിനെ ബ്ലോക്ക് ചെയ്യുക, ഇൻട്രപ്റ്റ് ചെയ്യുക. ഈ ആക്ടിവിറ്റീസ് ചെയ്യുന്ന അൺഓതറൈസ്ഡ് പേഴ്സണെ ആണ് ഇൻട്രൂഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ബേസിക് എയിം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്യുക. 3 കാറ്റഗറീസ് ഓഫ് ഇൻട്രൂഡേഴ്സ് ആണ് മെയിൻലി പറയാനുള്ളത്. ഫസ്റ്റ് വൺ, മാസ്കുരേഡർ. മാസ്കുരേഡർ എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള, അതായത് എക്സ്റ്റേണൽ യൂസറിനെയാണ് മാസ്കുരേഡേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസർ ക്രെഡൻഷ്യൽസ് സ്റ്റീൽ ചെയ്തിട്ട് സിസ്റ്റത്തിലേക്കോ നെറ്റ്വർക്കിലേക്കോ ആക്സസ് ഗെയിൻ ചെയ്ത് ഹാംഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്ന എക്സ്റ്റേണൽ യൂസറിനെയാണ് മാസ്കുരേഡേഴ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് കാറ്റഗറി ഓഫ് ഇൻട്രൂഡേഴ്സ് ആണ് മിസ്ഫീസർ. മിസ്ഫീസർ എന്ന് പറയുന്നത് വിത്തിൻ ആൻ ഓർഗനൈസേഷൻ ഓർ ഇൻസൈഡേഴ്സിനെയാണ് മിസ്ഫീസർ എന്ന് പറയുന്നത്. അവരൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസർ ആയിരിക്കും, ബട്ട് ഹാംഫുൾ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യുന്നത്. ഓർഗനൈസേഷൻ്റെ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കില്ല ഈ കൈൻഡ് ഓഫ് ഇൻട്രൂഡർ പ്രവർത്തിക്കുന്നത്. തേർഡ് കാറ്റഗറി ഓഫ് ഇൻട്രൂഡേഴ്സ് ആണ് ക്ലാൻഡിസ്റ്റൈൻ യൂസേഴ്സ് എന്ന് പറയുന്നത്. ക്ലാൻഡിസ്റ്റൈൻ യൂസർ ഇൻസൈഡേഴ്സ് ആകാം, അതുപോലെ ഔട്ട്സൈഡേഴ്സും ആകാം. അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സിസ്റ്റത്തിൻ്റെയോ നെറ്റ്വർക്കിൻ്റെയോ അഡ്മിനിസ്ട്രേറ്റീവ് പ്രിവിലേജ് ഗെയിൻ ചെയ്തിട്ട് അവർക്ക് കിട്ടിയ അതോറിറ്റീവ് പവർ മിസ്യൂസ് ചെയ്യുക. അതായത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള യൂസർ വന്നു കഴിഞ്ഞാൽ ആക്സസ് ബ്ലോക്ക് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്യുന്ന ഇൻട്രൂഡേഴ്സിനെയാണ് ക്ലാൻഡിസ്റ്റൈൻ യൂസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സാമ്പിൾസ് ഓഫ് സം ഇൻട്രൂഷൻ നോക്കാം. ഫസ്റ്റ് വൺ, പെർഫോമിങ് എ റിമോട്ട് റൂട്ട് കോംപ്രമൈസ് ഓഫ് എനി സെർവർ എന്ന് പറഞ്ഞാൽ സെർവറിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ റൈറ്റ് ഓണേഴ്സിൻ്റെ കയ്യിലായിരിക്കില്ല, ഹാക്കേഴ്സിൻ്റെ കയ്യിലായിരിക്കും. ഹാക്കേഴ്സ് ആ സെർവറിനെ ഏത് രീതിയിൽ വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാം. അതാണ് പെർഫോമിങ് എ റിമോട്ട് റൂട്ട് കോംപ്രമൈസ് ഓഫ് എനി സെർവർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡീഫേസിങ് എ വെബ് സെർവർ എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. ഇതാണ് ഡീഫേസിങ് എ വെബ് സെർവർ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പാസ്വേഡ് ഗെസ് ചെയ്യുക, ക്രാക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇൻട്രൂഷൻ എന്ന് പറയുന്നത് ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള സെൻസിറ്റീവ് ഇൻഫർമേഷനായ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് കോപ്പി ചെയ്യുക. അതുപോലെ കമ്പനിയിലാണെങ്കിൽ എംപ്ലോയിയുടെ സാലറി ഡീറ്റെയിൽസ് വ്യൂ ചെയ്യുക. ഹോസ്പിറ്റലിലാണെങ്കിൽ പേഷ്യൻസിൻ്റെ പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി വ്യൂ ചെയ്യുക. അതുപോലെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ് ഹെൽപ്പ് ഡെസ്കിൽ കോൾ ചെയ്ത് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറയും. അതിൽ റീസെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പുതിയ പാസ്വേഡ് ലേൺ ചെയ്യുക. ഇതൊക്കെയാണ് ഇൻട്രൂഷൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. താങ്ക് യു.